പോലീസുകാർ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടതും വിശ്വാസികളാണ്, മുസ്ലിംകളാണ്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കി അടിയും പിടിയും സംഘർഷങ്ങൾ കോഴിക്കോട് വടകര മാടാക്കരയിലെ പള്ളിയിൽ നടന്നിട്ടുള്ള സംഘർഷം നമ്മൾ കണ്ടതാണ്. അവിടെ ആ സംഘർഷം, അവിടെ ആ ഒരു ക്രമസമാധാനം സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് എത്തിയത് ഷൂ ഇട്ട് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമാക്കിയിട്ടുള്ള കുറേ ഊളകളെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആളുകൾ ക്യാപ്സൂളുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലം പോലീസ് പള്ളിയിൽ ഷൂ ഇട്ട് കയറിയിട്ടില്ല, അല്ലെങ്കിൽ ഇതാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ചുട്ട മറുപടിയുമായിട്ട് അൻസാരി ഉസ്താദും വേറൊരു ഉസ്താദും വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ തെറ്റുകാരാരാണ്? അവിടെ അടിയും പിടിയും തമ്മിത്തല്ലും തെറിവിളിയെല്ലാം പെട്ടെന്ന് പരിഹരിക്കാനെ കൊണ്ട് ഓടിക്കേറിയ പോലീസന്മാരുടെ വേലയാണ് ഇപ്പം കുറ്റം മൊത്തം. അല്ലാതെ പള്ളിക്കകത്ത് അടിയുണ്ടാക്കിയതും തെറി വിളിച്ചതും അല്ലെങ്കിൽ മോന്ത പിടിച്ച് തറയിൽ ഉരയ്ക്കാൻ പോയതും അല്ലെങ്കിൽ അവിടെ പല കോപ്രായങ്ങളും പോക്കൃത്തരങ്ങളും കാണിച്ച അവന്മാർക്കൊക്കെ സർട്ടിഫിക്കറ്റും അവിടെ മറ്റുള്ളവരെയും കൂടെ ജീവൻ സംരക്ഷിക്കാൻ വന്നേ ഇവന്മാർ അടി കൂടുന്ന സമയത്ത് അവിടെ ഉള്ള മറ്റുള്ള ആളുകളെയും കൂടെ അത് എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അവരെ എല്ലാം കൂടെ ജീവൻ സംരക്ഷിക്കാനും അവിടുത്തെ ക്രമസമാധാനം നല്ലതുപോലെ കൊണ്ടുപോകാൻ പെട്ടെന്ന് പോലീസ് അവിടെ കയറിയ പോലീസിൻ്റെ മിക്കിട്ടായി. പോലീസ് ഷൂ ഇട്ട് കയറി, പോലീസ് കാല് കഴിവില്ല, കൈ കഴിവില്ല, തല കഴിവില്ല, വാ കഴിവില്ലെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ ഇതൊന്നും നടന്നിട്ടില്ലെന്നുള്ളൊരു ധാരണയിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. പോലീസ് അവിടെ അങ്ങനെ ഒരു സംഭവം, അവിടെ ആ ഒരു സിറ്റുവേഷൻ പോലീസ് അവിടെ അങ്ങനെ ഹാൻഡിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പള്ളിയുടെ അകത്ത് നമ്മൾ പറയുമല്ലോ, പള്ളിയുടെ അകത്ത് പലതും സംഭവിച്ചേനെ. അപ്പം ആര് പറയും? അപ്പം ഇവന്മാരൊക്കെ പറയും പോലീസ് അവിടെ ഇടപെടാത്തതുകൊണ്ടാണ്. പോലീസ് ആ സമയത്ത് അവിടെ അടി കിടക്കുന്ന സമയത്ത് പോലീസിനോട് പറയാം, ഒരു 5 മിനിറ്റ് വെയിറ്റ്, നിങ്ങൾ കാലും കൈയും കഴിവിട്ട് വന്നാൽ മതി, ഞങ്ങളപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാമെന്ന് ആരെങ്കിലും പറയൂടെ? ഇതെന്തോന്നടി വെള്ളരിക്കപ്പെട്ടണോ? തോന്നിയ രീതിക്കും ആലക്കോല എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനെ കൊണ്ട്. ഇവിടെ പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും അവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രമസമാധാനം സംരക്ഷിക്കുമെന്നാണ്. ഇവിടെ പള്ളിയുടെ അകത്ത് എന്ത് തോന്നിവാസവും എന്ത് കാട്ടപരാധം കാണിക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ ഉള്ള ആളുകൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അവർക്കൊന്നും ചിന്തയില്ലായിരുന്നോ ഇത് പള്ളിയാണ് എന്നൊന്നുള്ളൂ? പോലീസ് സംരക്ഷിക്കാനും അവിടെ ആ ഒരു വിഷയം സോൾവ് ചെയ്യാനും കയറി വരുന്ന ഇടയ്ക്ക് പെട്ടെന്ന് അവർ ഇടപെടുന്ന സമയത്ത് അവർക്ക് കാല് കഴുകാൻ പറ്റിയില്ല, അവർക്ക് കൈ കഴുകാൻ പറ്റിയില്ല. അതിനിപ്പോൾ എന്താ കുറ്റം? അതിനിപ്പോൾ എന്താ? ആ സമയത്ത് അവർ കാലും കൈയും കഴുകാൻ പോകുന്ന സമയത്ത് ഇവിടെ അടിയും പിടിയും കൂടിയിട്ട് ഏതെങ്കിലും അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആരും ഉത്തരവാദിത്വം പറയാം. അപ്പം അതിനൊന്നും കുഴപ്പമില്ല. എന്തുവാടേ ഇതൊക്കെ? ഇതൊക്കെ നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇതിനെ ന്യായീകരിക്കാനെ കൊണ്ട് കുറേ ആളുകളും. എന്തായാലും ഞാനിവിടെ ഇതിനൊക്കെ മറുപടിയായിട്ട് ഒരു ഉസ്താദ് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഉസ്താദ് പറഞ്ഞതിന് ശേഷം ഞാൻ അൻസാരി ഉസ്താദ് കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ വെച്ചുതരാം. അപ്പോൾ ഇവിടെ ഞാൻ പോലീസിനെ 100% പോലീസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. പോലീസ് അവിടെ കാണിച്ചത് ശരി തന്നെയാണ്. ആ പോലീസന്മാരെ കുറ്റം പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കത്തില്ല. പള്ളിയാണെന്നൊരു ബോധവും ഇല്ലാതെ അതിൻ്റെ അകത്ത് ചീത്തവിളിയും അടിയും പിടിയും കൂടിയ അവന്മാരെക്കാളും എന്തായാലും പോലീസന്മാരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നാണ് ഞാനും പറയും. അപ്പോൾ അങ്ങനെ ന്യായം തോന്നുന്ന ആളുകൾ, പോലീസന്മാരുടെ ഭാഗത്താണ് ന്യായം തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കണ്ടുപോകേ. പോലീസുകാർ പള്ളിയിൽ കയറി ബൂട്ടിട്ട് ചവിട്ടി ലാത്തി വീശി എന്നൊക്കെയുള്ള പരാതികളാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഒരു പള്ളിയിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല എന്ന് അഭിമാനം പറയുന്നവരും, പുതിയ ഭരണകൂടം വന്നപ്പോഴാണ്, UDF വന്നപ്പോഴാണ് പഴയ കാലത്തേതുപോലെ വീണ്ടും പള്ളിയിൽ പോലീസ് സാന്നിധ്യവും സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായത് എന്നൊക്കെ ആണ് ഇപ്പോൾ പലരും പറയുന്നത്. എന്നാൽ പള്ളിയിൽ സംഘർഷങ്ങളില്ലാതെ നോക്കേണ്ടതും പോലീസുകാർ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടതും വിശ്വാസികളാണ്, മുസ്ലിംകളാണ്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കി അടിയും പിടിയും സംഘർഷങ്ങളും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ മനുഷ്യരുടെ ജീവൻ വരെ നഷ്ടപ്പെടും.
കത്തിക്കുത്തുകൾ നടക്കും, കൊലപാതകങ്ങൾ ഉണ്ടാകും. ഏറ്റവും ചുരുങ്ങിയത് അടിപിടികളിൽ പരിക്കേറ്റ് ആശുപത്രികളിൽ കിടക്കേണ്ടി വരും. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ, മനുഷ്യർക്ക് പരിക്കേൽക്കുന്നത് ഇല്ലാതാവാൻ വേണ്ടിയാണ് അവിടെ പോലീസുകാർ എത്തി തടയുന്നത്. അവർക്കപ്പോൾ ബൂട്ട് അഴിച്ചു വെക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതിനാൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കലാണ് വിശ്വാസികളുടെ കടമ. എന്തല്ലേ, കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞേ. അവിടെ പള്ളിയാണ്, അല്ലെങ്കിൽ ഒരു ആരാധനയാണ്. ഇതൊന്നും ചിന്തിക്കാതെ, ഒരു ബോധവും ഒരു പൊക്കണവും ഇല്ലാതെ അതിൻ്റെ അകത്ത് തോന്നിയ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി ആ ഒരു മഹത്തായ ഒരു ആരാധനാലയത്തിൻ്റെ അകത്ത് തോന്നിയ രീതിയിലുള്ള സംസാരങ്ങളും തെറിവിളിയൊക്കെ നടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയ ഇവന്മാരെ എന്ത് ചെയ്യണം? ഇവന്മാരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പം അത്രയും അവന്മാർ കാണിച്ചതിൻ്റെ ഒരു ശതമാനം പോലും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ ജോലി എന്താണ്? ക്രമസമാധാനം സംരക്ഷിക്കുക. അവരവിടെ പെട്ടെന്ന് അവിടെ ഇടപെട്ടത് കൊണ്ട് അവിടെ വേറെ ഒന്നും സംഭവിച്ചില്ല. അല്ലെങ്കിലുണ്ടല്ലോ, നാളെ ഇവന്മാരൊക്കെ തിരിഞ്ഞേനെ. പോലീസിനെ എന്തിനാണ് നിർത്തിക്കുന്നത്, പട്ടാളത്തിനെ എന്തിനാണ് നിർത്തിക്കുന്നത്, പോലീസ് ആ സമയത്ത് ഇടപെടാഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനെ കൊണ്ട് ഇറങ്ങിയേനെ. ഇവിടെ പോലീസുകാർ അവരുടെ പണി നല്ലതുപോലെ അവിടെ എടുത്തിട്ടുണ്ട്. അതിനി ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഇനി കാല് വീഴാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ കൈ എഴുവാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതിലും വലിയ തെണ്ടിത്തരമാണ് അകത്ത് കിടക്കുന്നത്. ഇവർ കാണിച്ചത് തെണ്ടിത്തരമെന്നിരിക്കട്ടെ, പക്ഷേ തെണ്ടിത്തരം പ്ലസ് ഡബിൾ തെണ്ടിത്തരമാണ് അതിൻ്റെ അകത്ത് നടന്നത്, പള്ളിയുടെ അകത്ത് നടന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ തെണ്ടിത്തരം കഴിഞ്ഞിട്ട് ഈ തെണ്ടിത്തരത്തിന് നമുക്ക് ഈ തെണ്ടിത്തരമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഞാൻ എന്തായാലും ഈ പോലീസന്മാർ കൂടിയാണ്. ഇനി ഞാനിവിടെ അൻസാരി ഉസ്താദിനൊക്കെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ 15 കൊല്ലം പോലീസ് പള്ളിയിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ കയറിയിട്ടില്ല, അല്ലെങ്കിൽ ചർച്ചിൽ കയറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനെ കൊണ്ട് ഇവർക്കൊന്ന് ഒരു പക്വതയോടുകൂടി ഒരു വിഷയം കണ്ടുകൂടെ? അവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ ആ ഒരു സാഹചര്യം, പോലീസ് ഷൂ ഇട്ട് കയറാനുള്ള ഒരു സാഹചര്യം എന്താണെന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കിയിട്ട് ചുമ്മാ ഈ ക്യാപ്സ്യൂളൊക്കെ അടിച്ചിറക്കിക്കൂടെ? അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുവെക്കുക. അൻസാരി ഉസ്താദ് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടുവെക്കും. മുസ്ലിം പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറിയത് ശരിയായോ? എടാ മോനെ, പോലീസുകാർക്ക് ഒതു കൊടുക്കാൻ സംസമ്പളം കിട്ടിയില്ലടാ, അതുകൊണ്ടാണ് അവർ ഒതു കൊടുക്കാതെ ബൂട്ടിട്ട് ചാടി പള്ളിയിൽ കയറിയത്. എടാ, പള്ളി എന്തിനുള്ളതാടാ? 10,000-കണക്കിന് പള്ളികൾ കേരളത്തിൽ. ഏതെങ്കിലും പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറുന്നുണ്ടോ? ആരാധനകൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദ്രവം പോലീസുകാരുടെ പക്ഷത്ത് ഇല്ല. എന്തുകൊണ്ടാണ്? പള്ളികളൊക്കെ സുഹൃതങ്ങൾ ചെയ്യാനുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാണ്. അവരവിടെ ഒന്ന് എത്തിപ്പോലും അവർ നോക്കാറില്ല. പക്ഷെ നിന്റെ പള്ളിയിൽ പോലീസുകാർ ബൂട്ടിട്ട് കയറാനുള്ള കാരണം എന്താ? ആരാധനകൾ നിർവഹിക്കേണ്ട, ആരാധനയാൽ അല്ലെങ്കിൽ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് അവൻ സമാധാനകാംക്ഷിയാണ്. അവിടെ നീ പരസ്പരം കൊല വിളിക്കുകയും കോളറിന് പിടിക്കുകയും ആക്രോശിക്കുകയും അക്രമം നടത്തുകയും ചെയ്യുമ്പോൾ പോലീസുകാർ ഒതുകൊടുത്തോണ്ട് വരണം. അവർ ബൂട്ട് ഊരിയിട്ട് പള്ളിയിൽ കയറണം. എടാ മോനെ, ഞാൻ സേവനം ചെയ്യുന്ന ഈ പള്ളിയിൽ പോലീസുകാർ വന്നിട്ടുണ്ട്. അത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വന്നതല്ല. ഇവിടെ ഉള്ളൊരു മനുഷ്യൻ കുഴഞ്ഞു വീണ് മരണപ്പെട്ടപ്പോൾ അനുബന്ധമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി പോലീസുകാർ വന്ന് ബൂട്ടഴിക്കുന്നു, കാല് കഴുകുന്നു. അവർ വളരെ ഭക്തിയാദരപൂർവ്വം പള്ളിയിൽ വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, ബഹുമാനാദരപൂർവ്വം സംസാരിച്ച് മടങ്ങിപ്പോകുന്നു. ആദരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ ആദരവ് കിട്ടും. നീ തല്ലുണ്ടാക്കിയിട്ട് നിന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ മേപ്പള്ളിക്കുറ്റി പോയി പറഞ്ഞാൽ മതി. നീ അവരെ കയ്യിൽ ലാത്തി കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഒരു നാട്ടിൽ ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ അവിടെ തൊപ്പി വെച്ചവർ താടി വെച്ചിട്ടൊന്നുമില്ല, അവർ പുറവടിച്ചവർ പൊളിക്കും. അവർക്ക് അതിനു വേണ്ടിയാണ് ലാത്തി കൊടുത്തിരിക്കുന്നത്. അവിടെ മുസ്ലിയാരെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒരാളെ ഒരു പരിഗണിക്കത്തില്ല. അവർ വീക്കും. അച്ഛന്മാർ വീക്കിട്ടുണ്ടോ പള്ളിയിൽ? അച്ഛന്മാരെ സഭാതർക്കത്തിന്റെ പേരിൽ അച്ഛന്മാർ വീക്കിട്ടില്ലേ? അപ്പം മുസ്ലിയാരെ വീക്കും. എടാ, അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാടാ? അവരെ ബൂട്ടിട്ട് പള്ളി കയറ്റിയതാരാ? നീയും ഞാനും അല്ലേ? സമാധാനം കാംക്ഷിക്കേണ്ട ഒരു സ്ഥലത്ത് നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല വിളിച്ച് തല്ലുണ്ടാക്കിയപ്പം ആ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോലീസ് പള്ളി കയറിയതാ. അതിന് അവസരം ഉണ്ടാക്കി നീ ഇപ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഒളി അജണ്ട ഉണ്ട്, തേങ്ങാക്കലുണ്ട്. ഒളി അജണ്ട അല്ല, സമാധാനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട പള്ളി നീയും നിന്റെ ഒപ്പമുള്ള മനുഷ്യന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലവിളി നടത്തി അടിയുണ്ടാക്കിയപ്പം ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വരുന്ന പോലീസുകാർ ഒതുകൊടുത്ത് പള്ളി കയറണ. എടാ, ഇന്നലത്തെ ദിവസം ഏതാ?
റഹ്മത്തുലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം കേരളത്തിൻ്റെ അങ്ങാടികൾ മുഴുവനും ജാതിമത ഭേദമന്യ മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, മധുര പലഹാരങ്ങൾ, മധുര പാനീയങ്ങൾ വിതരണം ചെയ്യുന്നു. ഇത് കണ്ട് കേരളീയ മലയാളി മനസ്സ് അതിങ്ങനെ കുളിരണിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീരിങ്ങനെ ബാഷ്പങ്ങൾ പൊഴിയാണ്. ഈ ദിവസം നീ എന്ത് ചെയ്തു? നീ നാലിച്ചൊക്കെ അങ്ങാടികൾ മനുഷ്യർ ചെതറിക്കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് എല്ലാ മതസ്ഥരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ മുഹമ്മദ് നബിയുടെ അനുയായിയെ നീ എന്ത് ചെയ്തു? കറുത്തവനെയും വെളുത്തവനെയും രാജാവിനെയും പ്രജേനെയും അടിമേനെയും ഉടമനെയും ഉള്ളവനെയും ഇല്ലാത്തവനെ ഒരുമിച്ച് ഒരു വരിയിൽ നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ച സഫിൽ നീ പരസ്പരം കലഹിച്ചും കൊലവിളിച്ചും ചീത്ത വിളിച്ചും പരസ്പരം കയ്യോങ്ങിയും നീ ആ പള്ളി നാശമാക്കി. പോലീസുകാരെ കൊണ്ട് ബൂട്ടിട്ട് ഒരു മുസൽമാൻ പള്ളിയിലേക്ക് കയറുമ്പം 4 5 വെട്ട കാല് ഒരതിയിട്ട് പിന്നെ എന്തെങ്കിലും ഒരു പുള്ളിക്കുത്തുണ്ടോ എന്ന് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാല്, ആ കാല് വൃത്തിയാക്കി പള്ളിയിൽ കയറുന്ന സംശുദ്ധമായ സ്ഥലത്തേക്ക് സംശുദ്ധമായ കാലുമായി കയറാൻ ശ്രമിക്കുന്ന ഒരു മുസൽമാൻ, അവിടെ ഒരു പോലീസുകാരൻ ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അവസരമൊരുക്കി നീയല്ലടാ. നിന്റെയൊക്കെ കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ സമൂഹത്തോട് ചോദിച്ച പോലെ വിവേകമുള്ള ഒരുത്തനെങ്കിലും നിന്റെയൊക്കെ കൂട്ടത്തിലുണ്ടോന്ന് ലൂത്ത് നബി ചോദിച്ചില്ലേ? ആ ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. എത്ര കാലമായടാ ഈ വൃത്തികെട്ട പണി തുടങ്ങിയത്? അവസാനിപ്പിക്കാറായില്ലേ? ജനത മാറിയില്ലേ? സമൂഹം മാറിയില്ലേ? ചിന്ത മാറിയില്ലേ? നീയൊക്കെ എന്നാ നന്നാകുന്നത്? ഒരു പള്ളിയും 9,000 ഗ്രൂപ്പുകളും. അവിടെ മനുഷ്യൻ മടുത്തണം. ഇതൊക്കെ മനുഷ്യർ കുഴഞ്ഞ ആർക്ക് താല്പര്യമില്ല. ഇന്ത്യൻ മുസൽമാന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു മഹലിൽ തന്നെ 25 ഗ്രൂപ്പും 22 ചിന്തയും 25 ചിന്താധാരയും വഴികളും. എന്നിട്ട് ഒരു ഇമാമിനോടെ കൊണ്ടുവന്നാൽ ആ ഇമാമ് നമ്മുടെ ആദർശത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പിറ്റേ ദിവസം പോലും അവൻ്റെ തുടങ്ങും. ഞാൻ ഇത് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഞാൻ പച്ചയ്ക്കാൻ പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും തുരക്കാനുള്ള പണി തുടങ്ങും. നമ്മുടെ ആളായെങ്കിൽ മാത്രമേ നമ്മൾ പുറകെ തുടരുള്ളൂ. എന്തെല്ലാം തോന്നിയവാസങ്ങൾ പിന്നെ അവരുടെ പിന്നാലെയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതേ ആ പാർട്ടിയെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമേ പള്ളി വരാൻ പാടുള്ളൂ എന്ന ചിന്തയാണെങ്കിൽ പുതിയ ജൻസി പിള്ളേർ വരുന്നുണ്ട്. നിന്റെയൊക്കെ മോന്ത പിടിച്ച് റോഡരിട്ടുരകും. ഈ മുഖം ഉണ്ടല്ലോ, അത് ജൻസി പിള്ളേർ പിടിച്ച്, കാരണം അവർക്ക് ഇതിനോടും താല്പര്യമില്ല. പുതിയ തലമുറക്ക് ഇതിനോടും താല്പര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും തലയെ കൊണ്ട് നടന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ തലയെ കൊണ്ട് നടന്നു, പുതിയ ജനറേഷൻ നിങ്ങളുടെ ഊരക്ക് ചവിട്ടി നിങ്ങളെ പുറത്തുള്ളൂ. മനുഷ്യർ മടുത്തടാ. ഒരു പള്ളിയിൽ മനുഷ്യൻ പലതരക്കിലും പെട്ട് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പെട്ട മനുഷ്യർ ഒരു 5 മിനിറ്റ് വന്ന് ഇബാദത്ത് ചെയ്ത് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സമാധാനം കാമിച്ചിട്ട് വരുന്ന മനുഷ്യന്മാരെ ഓരോ ആശയങ്ങൾ പറഞ്ഞ് 25,000 ഗ്രൂപ്പാക്കിയിട്ട് അങ്ങോട്ട് പരസ്പരം നമ്മുടെ ആളല്ലാത്തവർ വന്നപ്പോൾ ശരിയാകത്തില്ല. ഇത് പുതിയ തലമുറ നിന്റെയൊക്കെ മുഖം റോഡിൽ ഉരക്കുന്ന ഒരു അവസ്ഥ വരും. ഇൻഷാ അല്ലാഹ് അത് കാണാം. അതുകൊണ്ട് വിവേകമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കക്ഷി രാഷ്ട്രീയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്നിട്ട് മനുഷ്യൻ എന്ന വികാരത്തിൽ ജീവിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ കാണാനും എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്. ഭിന്നതയുള്ള ഒരു സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതിന് മാത്രമല്ല അതിനകത്ത് ബർക്കത്തുമില്ല. ആ നാടും ആ മഹലും നാശമാവും. സിൻഫാനു മിൻ ഉമ്മത്തി ഇദാ സ്വലഹ സ്വലഹ അന്നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ. 2 വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് നന്നായാൽ ആ നാട്ടിലെ ജനങ്ങൾ നന്നാവും. ഒന്ന് ആലിമും ദീനിന്റെ കൈകാര്യകർത്താക്കളായ ഉമറാക്കൾ, കമ്മിറ്റിക്കാർ, അവർ നന്നായാൽ നാട് നന്നായി. അല്ലാഹു എന്തല്ലേ, കേട്ടില്ലേ? കറക്റ്റ് കാര്യമില്ല. ഉസ്താദ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ അടുത്ത വീഡിയോ പിന്നെ